കോഴിക്കോട് പെരുവയലിൽ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ നിന്ന് ലഭിച്ചത് ഉപയോഗശൂന്യമായ മരുന്നുകളാണെന്ന് പരാതി. ഗുളികകൾ പ്ലാസ്റ്റിക് സമാനമായ അവസ്ഥയിലായിരുന്നെന്ന് പരാതിക്കാരനായ പെരുവയൽ സ്വദേശി മുരളീധരൻ പറഞ്ഞു. 3 സ്ട്രിപ്പിലെ 30 ഗുളികകളും ഉപയോഗശൂന്യമായ നിലയിലായിരുന്നു എന്ന് അദ്ദേഹം പറയുന്നു. വിവരങ്ങളുമായി ബെൻസൺ ബാബു ചേരുന്നു. ബെൻസൺ, എന്തുകൊണ്ടാണ് അങ്ങനെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ നിന്ന് ഉപയോഗിക്കാനാകാത്ത ഗുളികകൾ നൽകുക എന്ന് വെച്ചാൽ വലിയ ഗുരുതരമായുള്ളൊരു പ്രശ്നമാണല്ലോ. അത് എന്താണ് അവർ നൽകുന്ന വിശദീകരണം? സനീഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കഴിഞ്ഞ മാസം 27-ാം തീയതിയാണ് പെരുവയൽ സ്വദേശിയായിട്ടുള്ള മുരളീധരൻ. അദ്ദേഹം സ്ഥിരമായി ഇത്തരത്തിൽ പെരുവയൽ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ നിന്നുമാണ് മരുന്നുകൾ വാങ്ങുന്നത്. ഷുഗറിനുള്ള മരുന്നായിരുന്നു. അങ്ങനെ 3 സ്ട്രിപ്പ് മരുന്നുകൾ അദ്ദേഹം വാങ്ങി വീട്ടിലെത്തി. കഴിഞ്ഞ 3 ദിവസങ്ങൾക്ക് മുൻപാണ് അവ ഉപയോഗിക്കാൻ തുടങ്ങിയത്. ആദ്യ ദിവസങ്ങളിലെല്ലാം തന്നെ ഉപയോഗിക്കുമ്പോൾ മരുന്നിന് രുചി വ്യത്യാസമുണ്ടായിരുന്നു, മറ്റെന്തോ തരത്തിൽ തോന്നിയിരുന്നു. പക്ഷേ ഇന്ന് രാവിലെ തുറന്നു നോക്കുമ്പോഴാണ് അത് പൂർണ്ണമായും മരുന്ന് ഉപയോഗിക്കാൻ കഴിയാത്തൊരു സാഹചര്യത്തിലേക്ക് എത്തിയത്. അപ്പോൾ ആ 3 സ്ട്രിപ്പുകളും തുറന്നു നോക്കി. ആ 3 സ്ട്രിപ്പിലെ 30 ഗുളികകളും പൂർണ്ണമായും ഉപയോഗിക്കാൻ കഴിയാത്ത നിലയിൽ, സൂചിപ്പിച്ചതുപോലെ തന്നെ പ്ലാസ്റ്റിക്കിന് സമാനമായ നിലയിലായിരുന്നു ആ ഗുളികകൾ ഉണ്ടായിരുന്നത്. തുടർന്ന് ഇവർ പെരുവയൽ ഈ ആരോഗ്യ കേന്ദ്രത്തിൽ അറിയിച്ചിട്ടുണ്ട് ഇക്കാര്യങ്ങളെല്ലാം തന്നെ. അപ്പോൾ അവർ പരിശോധിക്കാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. കൂടുതൽ അവരുടെ ഭാഗത്തുനിന്ന് ഒരു വിശദീകരണം, ഇതിൻ്റെതായിട്ടുള്ള ഒരു വിശദീകരണം ഇതുവരെയും വന്നിട്ടില്ല. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അദ്ദേഹത്തിന് ആ ഗുളിക കഴിച്ചതിനെ തുടർന്ന് മറ്റു തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളൊന്നും തന്നെ നിലവിലില്ല. പക്ഷേ സമാനമായിട്ടുള്ള രീതിയിൽ ആ ബാച്ചിലെ മുഴുവൻ ഗുളികകളും കേടാണെങ്കിൽ അത് ലഭിച്ചിട്ടുള്ള മറ്റാളുകളുണ്ടാകും. അതിൽ പലരും അത് കഴിച്ചിട്ടുണ്ടാകും. അവർക്ക് വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുമുണ്ട്. അപ്പോൾ കൃത്യമായിട്ടുള്ള പരിശോധന ഈ ആശുപത്രി അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ടതുണ്ട്. കാരണം 1 മാസങ്ങൾക്ക് മുൻപ് താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിലും സമാനമായ നിലയിൽ അവിടെ രോഗിക്ക് നൽകിയ ഗുളികകൾ സമാനമായിട്ടുള്ള രീതിയിൽ ഉപയോഗിക്കാൻ കഴിയാത്ത തരത്തിലുണ്ടായിരുന്നു. അപ്പോൾ അതിലും വലിയ രീതിയിലുള്ള പരിശോധനകൾ അന്ന് നടന്നിരുന്നു. അപ്പോൾ ആ ബാച്ചിലെ ഗുളികകളെല്ലാം തന്നെ അത്തരത്തിൽ ഉപയോഗിക്കാൻ ശൂന്യമായ നിലയിലായിരുന്നു എന്ന് കണ്ടെത്തുകയും ചെയ്തിരുന്നു. അപ്പോൾ ആ സമാനമായിട്ടുള്ള രീതിയിലുള്ള പ്രശ്നമാണോ പെരുവയൽ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ നടന്നത് എന്ന പരിശോധന നടക്കേണ്ടതുണ്ട്. നമ്മളിപ്പോൾ ഈ വാർത്ത പുറത്തുവിട്ടതിന്റെ അടിസ്ഥാനത്തിൽ ഹെൽത്ത് ഇൻസ്പെക്ടർ അടക്കം പരിശോധന നടത്താം എന്ന് അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ പരിശോധനയിലൂടെ മാത്രമേ കാര്യങ്ങൾ വ്യക്തമാകൂ. നിലവിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ മുരളീധരന് ലഭിച്ചിട്ടുള്ള 3 സ്ട്രിപ്പിലെ 30 ഗുളികകളും പൂർണ്ണമായും ഉപയോഗശൂന്യമായ നിലയിലാണ്. അവ പ്ലാസ്റ്റിക്കിന് സമാനമായിട്ടുള്ള നിലയിലാണുള്ളത്. അപ്പോൾ അവിടേക്ക് എത്തിയിരിക്കുന്ന ബാച്ചിലെ മുഴുവൻ ഗുളികകളും ഉപയോഗശൂന്യമായിട്ടുള്ള നിലയിലാണോ, അത് മറ്റാളുകൾക്ക് കൊടുത്തിട്ടുണ്ടോ എന്നതിലും പരിശോധന നടക്കേണ്ടതുണ്ട്. സനീഷ്. ശരി, നന്ദി ബെൻസൺ. വിവരങ്ങൾക്ക് 1 മാസം മുമ്പും സമാനമായിട്ടുള്ള സംഭവം ഉണ്ടായിരുന്നു. അതുകൊണ്ട് കൂടുതൽ ഗൗരവതരമായുള്ള പരിശോധനകൾ അക്കാര്യത്തിൽ നടത്തേണ്ടതുണ്ട്.